ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ദ്വാരപാലക ശില്പപാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിൽ. കസ്റ്റഡി കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. റിമാൻഡിലായതോടെ ഇയാളെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റും. അതേസമയം കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് അടുത്ത ദിവസം രേഖപ്പെടുത്തും. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, വിവരങ്ങൾ. നീലിമ, രണ്ട് കേസുകളാണ്. അതിൽ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ കവർച്ച കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. ആ കേസിലായിരുന്നു നിലവിൽ SIT കസ്റ്റഡിയിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ കസ്റ്റഡി കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇന്ന് റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോറ്റിയെ ഹാജരാക്കിയത്. അതിനുശേഷം നിലവിൽ തുടർന്ന് കസ്റ്റഡി ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ റാന്നി കോടതി പോറ്റിയെ നിലവിൽ റിമാൻഡിലേക്ക് വിട്ടിരിക്കുകയാണ്. നാളെ റിമാൻഡ് കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ നാളെ വീണ്ടും പോറ്റിയെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ജയിലിലേക്ക് മാറ്റിയ സാഹചര്യത്തിൽ നാളെ വീഡിയോ കോൺഫറൻസ് മുഖേനയായിരിക്കും കോടതിയിൽ കോടതിക്ക് മുമ്പാകെ പോറ്റിയെ ഹാജരാക്കുക എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഈ കട്ടിളപ്പാളികളിലെ സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റ് കൂടി പോറ്റി ആ കേസിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടി ഉണ്ടാകും. അതിനുശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. അതിനു വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ വാറണ്ട് ഇന്ന് കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. നവംബർ 3-ാം തീയതി അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ വാറന്റ് കോടതി പരിഗണിക്കുന്നുണ്ടാവും. അതിനു വേണ്ടിയിട്ട് പോറ്റിയെ വീണ്ടും റാന്നി കോടതിയിൽ നേരിട്ട് ഹാജരാക്കേണ്ടതായിട്ട് ഉണ്ട്. അതായത് ഈ കട്ടിളപ്പാളിയിലെ സ്വർണ്ണ കവർച്ച കേസിലായിരിക്കും ഇനി അറസ്റ്റ് രേഖപ്പെടുത്തി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്ന നടപടി ഉണ്ടാവുക. എന്തായാലും ദ്വാരപാലക ശില്പങ്ങളിൽ കസ്റ്റഡി കാലാവധി പൂർത്തിയായി റിമാൻഡിലേക്ക് മാറിയിരിക്കുകയാണ്. നിലവിൽ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. കോടതി ഇന്ന് തുറന്ന കോടതിയിലായിരുന്നു നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോറ്റിയെയും മുരാരി ബാബുവിനെയും കൊണ്ടുവന്ന വേളയിലൊക്കെ തന്നെ കോടതി നടപടികൾ അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് തുറന്ന കോടതി മുറികളിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. അതിനുശേഷം അല്പസമയം മുമ്പാണ് പോറ്റിയുമായിട്ട് അന്വേഷണ സംഘം തിരുവനന്തപുരത്തേക്ക് പോയത്. നിലവിൽ കോടതിയിൽ വെച്ചുകൊണ്ട് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നും അപസ്മാരമടക്കമുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളാണ് താനെന്നുമുള്ള കാര്യം തൻ്റെ അഭിഭാഷകൻ മുഖേന കോടതിയെ പോറ്റി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജയിലിൽ അത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ജയിലിലേക്ക് മാറ്റിയാൽ അത് ബുദ്ധിമുട്ടാകും എന്നുള്ള കാര്യം കോടതിയെ അറിയിച്ചു. പക്ഷേ പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് ഈ ചികിത്സാപരമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധന നടപടികളൊക്കെ കൃത്യമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി മറ്റ് ഇടപെടലുകളൊന്നും നടത്താതെ നേരിട്ട് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് തന്നെ പോറ്റിയെ മാറ്റാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ